നമുക്കിത് റൗണ്ട് മാച്ച് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന നേരത്തെ നമുക്ക് റൗണ്ട് മാച്ച് ചെയ്യാൻ നേരത്തെ നല്ലൊരു ഫീൽ തന്നെയാണ് ഈ വണ്ടിയിൽ നിന്ന് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് V3യെ കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന R15 V3യെ കുറിച്ചാണ്. നമ്മളെ യമഹ സീരീസിൽ തന്നെ ഒരു ഫുൾ ഫെയറിങ് വരുന്നൊരു വണ്ടിയാണ് യമഹ R15 V3. നമുക്ക് ഈ V3യുടെ ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് നോക്കാൻ നേരത്തെ നമുക്കൊരു സൂപ്പർ ലുക്ക്, അതായത് ഒരു സൂപ്പർ R1ൻ്റെ ഒരു മിനി R1 എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയുടെ ലുക്ക് തന്നെയാണ് നമ്മളായ V3യിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഒരു അട്രാക്ഷൻ തന്നെ നമുക്ക് ഇതിൽ കാണാം, ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് തന്നെയാണ്. അപ്പം ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്നൊരു ഹെഡ്ലൈറ്റാണ് യമഹ V3യിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്പോട്ടി ലുക്ക് തരുന്നൊരു വണ്ടിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു സൂപ്പർ സ്പോട്ട് ലുക്ക് തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ബാക്ക് ടൈൽ ടൈഡി അസംബ്ലി തന്നെയാണ്. യമഹയുടെ ബാക്കിൽ ടൈൽ ടൈഡി അസംബ്ലി എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ സ്പോർട്സ് ബൈക്കിന് വരുന്ന പോലത്തെ ഒരു ടൈൽ ടൈഡി അസംബ്ലി തന്നെയാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു ബ്രേക്ക് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് LED ബ്രേക്ക് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ യമഹയുടെ എല്ലാ വണ്ടിയിലും കാണുന്നത് പോലത്തെ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് യമഹ V3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു സൂപ്പർ സ്പോർട്ട് റൈഡിങ് പൊസിഷനാണ് ഈ V3യിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത് നല്ലൊരു നമുക്ക് ട്രാക്കിങ്ങിനും, അതായത് ഈ വണ്ടി എടുക്കുന്നിടത്ത് പ്രത്യേകം പറയാനുള്ളത്, ഒരു ടൂറിങ്ങിന് വേണ്ടി നമ്മൾ ഈ വണ്ടി ഒരിക്കലും എടുക്കരുത്. കാര്യം എന്ന് പറയാൻ നമുക്കൊരു 100 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കാൻ നേരം നമുക്ക് നല്ല രീതിക്ക് ഹാൻഡ് പെയിൻ ഉണ്ടാവാം, അതായത് തോളിലെ ഷോൾഡർ പെയിൻ ഒക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് നമുക്കിത് ടൂറിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാറില്ല, സാധാ നോർമലായിട്ടൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഈ വണ്ടി നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതേപോലെ സിറ്റിയിൽ കൂടെയൊക്കെ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ നല്ലൊരു ബെറ്റർ ചോയ്സ് തന്നെയാണ് യമഹ V3. അതുപോലെ ഇതിൻ്റെ മീറ്ററിൻ്റെ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ V3യുടെ തന്നെ മീറ്റർ കൺസോളിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു 200 സെഗ്മെൻറ്റ്, അതായത് 150 സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മീറ്റർ തന്നെയാണ് R15 V3യിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്കിതിൽ തോനെ അഡ്വാൻറ്റേജ് ആയ കുറേ ഫീച്ചേഴ്സ് യമഹ ഇതിൻ്റെ മീറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് തന്നെയാണ് യമഹ V3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൻ്റെ എടുത്ത് പറയാനുള്ള ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് തന്നെയാണ്. ഒരു 150 cc വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത് എന്ന് തോന്നാത്ത ഒരു എഞ്ചിൻ തന്നെയാണ് യമഹ V3യിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എഞ്ചിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 155 cc സിംഗിൾ സിലിണ്ടർ HOHC എഞ്ചിനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതായത് 4 വാൾവ് 4 സ്ട്രോക്ക് എഞ്ചിനാണ് യമഹ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ആഡ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ നല്ലൊരു 100 RPMൽ കയറി നമ്മൾ നല്ലൊരു റൗണ്ട് മാച്ച് ഒക്കെ ചെയ്യാൻ നേരം നമുക്കൊരു ടയർ ലോക്കാവുന്നൊരു ഫീൽ ഉണ്ടാവുന്നില്ല. നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു 200 സെഗ്മെൻറ്റ് വണ്ടിയിൽ പോലും ആഡ് ചെയ്യാത്ത ഫീച്ചേഴ്സാണ് നമുക്ക് യമഹ V3യിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് സ്ലിപ്പർ ക്ലച്ച് വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ. അതായത് വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വണ്ടി പലരും ചോദിച്ചിട്ടുണ്ട്, ഈ വണ്ടി എങ്ങനെ ഒരു 150cc വണ്ടി എങ്ങനെ നല്ലൊരു ടോപ്പ് എൻഡ് കൈവരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് VVA ടെക്നോളജി. അതായത് വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ എന്ന് പറയുന്ന ഈ ടെക്നോളജി തന്നെയാണ് ഇതിൽ പകുതി പങ്കും വഹിച്ചിരിക്കുന്നത്. അതായത് ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടോപ്പ് എൻഡ് ഈ വണ്ടി കൈവരിക്കുന്നു. അതായത് 160 വരെ നമുക്ക് നല്ല ഓരോ ഗിയറിലും നല്ല ടോപ്പ് എൻഡ് കിട്ടുന്ന ഒരു വണ്ടിയാണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന്റെ ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഇതിന്റെ ഗിയർ എന്ന് പറഞ്ഞത്. നമുക്കൊരു 6 ഗിയർ വരെ നല്ലൊരു ടോപ്പ് എൻഡ്, അതായത് ഓരോ ഗിയറിലും നമുക്ക് ലാഗ് അടിക്കുന്നില്ല. അതായത് ഇതിന്റെ ഓരോ ഗിയറിലും ലാഗ് പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഓരോ ഗിയറിലും ഓരോ സ്പീഡാണ് ഈ വണ്ടി നൽകുന്നത്. അതായത് നമ്മളിപ്പോൾ ഡൂക്ക് 125 എടുക്കുകയാണെങ്കിൽ 5 ഗിയർ വരെ നമുക്ക് അതിലൊരു സൂപ്പർ പഞ്ചിങ് കിട്ടുന്നുള്ളൂ. അതായത് 5ാമത്തെ 6ാമത്തെ ഗിയറിലോട്ട് പോകുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഗിയർ 6ാമത്തെ ഗിയർ വെച്ചേക്കുന്ന ഒരു ഫീല് പോലെയല്ലേ ആണ് നമുക്ക് ഡൂക്ക് 125 തോന്നുന്നത്. ആ സമയത്ത് നമ്മുടെ V3യിൽ നമുക്ക് ഓരോ ഗിയറിലും ഓരോ പഞ്ചിങ്ങാണ് കിട്ടുന്നത്. അതായത് നല്ലൊരു പുള്ളിങ് തന്നെയാണ് V3യുടെ ഓരോ ഗിയറിലും യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ ടോപ്പ് എൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടോപ്പ് എൻഡ് കൈവരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് V3 യമഹയുടെ V3 എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ, VVA ടെക്നോളജി, വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു വന്നുകൊണ്ടാണ് ഈ വണ്ടി കൂടുതൽ ടോപ്പ് എൻഡ് കൈവരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സാധാരണ ഒരു വണ്ടി കൊടുക്കുമ്പോഴല്ല ഈ വണ്ടിയിൽ 10,000 RPM ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊരു 200 സെഗ്മെന്റിൽ വണ്ടി വെച്ച് നോക്കുന്നത് ഈ വണ്ടിയിൽ നല്ലൊരു ഫീച്ചേഴ്സാണ് നമുക്ക് യമഹ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൂപ്പർ സോഫ്റ്റ്നെസ് ഉള്ളൊരു സീറ്റ് തന്നെയാണ് അതായത് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ഒരു ഭാഗത്തുള്ള സീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു സോഫ്റ്റ്നെസ് ഉള്ള സീറ്റ് തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ പില്യൻ സീറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് പില്യൻ വലുതായിട്ട് സപ്പോർട്ട് ഇല്ലാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ട് പില്യൻ സീറ്റും കുഴപ്പമില്ല, നല്ലൊരു സോഫ്റ്റ്നെസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഗ്രാബറൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഇത് ട്രാക്കിങ്ങിൻ്റെ ഒരു മോഡൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ട്രാക്കിങ്ങിൻ്റെ വണ്ടിയിൽ ഒരിക്കലും അവരൊരു ഗ്രാബർ ഉൾപ്പെടുത്തത്തില്ല. ഇതിൻ്റെ പില്യൻ്റെ ഗ്രാബർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടാങ്കിലാണ്. അതായത് റൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടാങ്കിലാണ് ഇതിൻ്റെ പില്യൻ പിടിക്കേണ്ടത്. അതായത് ഗ്രാബർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടാങ്കിൻ്റെ ഈ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ പില്യൻ്റെ ഗ്രാബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ സ്മൂത്തായ ഒരു ഗിയർ തന്നെയാണ് ഇതിൽ നിന്ന് യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത്. അതായത് നല്ലൊരു സൂപ്പർ ഗിയർ തന്നെയാണ്. അതായത് നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ടും അതും കൂടാതെ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 155cc സിംഗിൾ സിലിണ്ടർ HOHC എഞ്ചിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 4 സ്ട്രോക്ക് 4 വാൾവ് എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ PHP എന്ന് പറയുന്നത് 10,000 RPM 19.3 PHP പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 14.7 Nm ടോർക്കിൽ 8500 RPM ഇതിൻ്റെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അത്യാവശ്യമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് യമഹ V3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സൂപ്പർ, അതായത് നമുക്ക് ഭയങ്കര ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റൂലെങ്കിലും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് യമഹ V3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ സാധാരണ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ് V3യുടെ ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് കോർണറിംഗ് ഒക്കെ ചെയ്യാൻ നിർത്തുന്ന അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ നൽകുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് യമഹ V3യിൽ ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മോണോഷോക്ക് സസ്പെൻഷൻ, അതായത് ഗ്യാസ് ചാർജ് മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതും നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലും നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഡുവൽ ഡിസ്ക് വണ്ടിയാണ്, ഡുവൽ ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ ഇത് ഡുവൽ ചാനൽ ABS ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്രണ്ടിലെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 282 mm ഡിസ്ക് ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ബാക്കിൽ എന്ന് പറയുമ്പോൾ 220 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു ബ്രേക്കിംഗ് തന്നെ. അതായത് യമഹയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നും ഇന്നും എപ്പോഴും നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് യമഹയുടെ വണ്ടിയിൽ യമഹ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് യമഹ നൽകിയിരിക്കുന്നത്.
വണ്ടി റൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. അതായത് നമുക്കൊരു എയർ വിൻസിൻ്റെ ഒരു ഫീലേ ഉണ്ടാകുന്നില്ല. നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് ഓടിക്കാൻ നേരത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിക്വിഡ് കൂൾഡ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. അതായത് നല്ല 155 cc വണ്ടിയിൽ തന്നെ ലിക്വിഡ് കൂൾഡ് സിസ്റ്റം നൽകുന്ന ഒരു വണ്ടിയാണ് V3. അത് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ 155 cc ആണ് ഈ വണ്ടിയെങ്കിലും, അതായത് നമ്മൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു 155 cc ആണ് ഓടിക്കുന്നതെന്ന് ഒരു ഫീൽ ഉണ്ടാവാത്ത ഒരു വണ്ടിയാണ്. അതായത് നല്ലൊരു ഇഗ്നിഷൻ പവർ തന്നെയാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് കൂൾ സിസ്റ്റം, അതായത് ഈ വണ്ടി നല്ല രീതിക്ക് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യമഹ ഇതിൽ ലിക്വിഡ് കൂൾഡ് സിസ്റ്റം നൽകിയിരിക്കുന്നത്. അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പഴയ V2നെയും V1നെയും V2നെയും അപേക്ഷിച്ച് ഇതിൻ്റെ ടാങ്കിൻ്റെ സൈസ് ഇത്തിരി വലിപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിലും ടാങ്കിൻ്റെ ലിറ്റർ കപ്പാസിറ്റി പഴയതിനേയും കാട്ടി ഒരു ലിറ്റർ കുറവാണ്. പഴയതിന് 12 ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെങ്കിലും പുതിയതിന് 11 ലിറ്റർ കപ്പാസിറ്റി വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൂപ്പർ ലുക്ക് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ കഴിയുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആരെയും ഒന്ന് നോക്കി പോകുന്ന ഒരു ലുക്ക് തന്നെയാണ് V3യുടെ ഈ സ്പോർട്ടി ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു സൂപ്പർ ലുക്ക് തന്നെയാണ് ഈ V3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം, അതായത് ഒരു ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗാർഡ് ബാക്കിൽ നൽകിയിരിക്കുന്നത് കാണാം. അത് അത്യാവശ്യം നല്ലൊരു ഉപയോഗം ഉള്ള ഒരു ഗാർഡ് തന്നെയാണ്. പിന്നെ നമുക്ക് വണ്ടി മഴയത്ത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെളി ഇനി സസ്പെൻഷൻ വരെ ബാക്ക് മോണോഷോക്ക് സസ്പെൻഷൻ വരെ തെറിക്കുന്ന ഒരു പ്രവണത തെറിക്കുന്നു. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു സൂപ്പർ, അതായത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നല്ലൊരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് V3യിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ഇതിന്റെ ഇഗ്നിഷൻ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസാധ്യമായിട്ടൊരു ഇഗ്നിഷൻ പവർ തന്നെയാണ്. അതായത് ഒരു 155 cc വരുന്നതിൽ ഏറ്റവും നല്ലൊരു പവർ തന്നെയാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നല്ല രീതിക്കൊരു ഇഗ്നിഷൻ പവറും, അതായത് ഒരു നല്ലൊരു പവർ തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് ഓടിക്കാൻ നേരത്ത്. അതായത് ഈ വണ്ടി നമ്മൾ ഓടിക്കാൻ നേരത്ത് നമുക്കൊരു 150 cc വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് ഒരു ഫീലും ഉണ്ടാവാത്ത രീതിക്കാണ് ഈ വണ്ടി ക്ലച്ചിൻ്റെ കാര്യത്തിൽ ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ളൊരു ക്ലച്ച് തന്നെയാണ്. നമ്മൾ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ലൊരു ഫീലിംഗ്, അതായത് ഗിയറിൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ലൊരു സോഫ്റ്റ്നെസ് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്ലച്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ടുള്ളൊരു ക്ലച്ച് തന്നെയാണ് ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ ഒരു ബ്രേക്കിംഗ് തന്നെയാണ്. നമുക്ക് ABS ബ്രേക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ അനുഭവപ്പെടുന്നത് കാണാം. ആ ഒരു സൂപ്പർ കൺട്രോളിംഗ് ആയിട്ടുള്ള വണ്ടി അതായത് ഡുവൽ ചാനൽ ABS ആണ് ഈ വണ്ടിയിൽ വരുന്നത്. അതായത് നല്ലൊരു ബ്രേക്കിങ്ങിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിയിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നേരം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു സൂപ്പർ ബ്രേക്കിംഗ് ആണ്. അതായത് നല്ല രീതിക്ക് ഒരു ബ്രേക്ക് പിടിക്കാൻ നേരം നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ നൽകുന്നുണ്ട്. നമ്മളിത് റൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ
റൈഡിങ് പൊസിഷൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളാണ് നൽകുന്നത്. നമുക്കൊരു സൂപ്പർ റൈഡിങ് പൊസിഷനാണ് ഈ വണ്ടിയിൽ നമുക്ക് യമഹ നൽകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് മാച്ച് ചെയ്യാൻ നല്ലൊരു സൂപ്പർ വണ്ടിയാണ്. അതായത് നമുക്കൊരു ട്രാക്കിംഗ് മോഡൽ രീതിക്കൊക്കെ നമുക്ക് ഈ വണ്ടി ഓട്ടിക്കാൻ നല്ലൊരു സൂപ്പർ വണ്ടി തന്നെയാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഗിയർ മാറാൻ നേരത്ത് നമുക്കൊരു നല്ലൊരു ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു മടുപ്പ് തോന്നില്ല. നമുക്ക് എങ്ങനെയാണോ ഈ വണ്ടി ഓട്ടിക്കാൻ കഴിയുന്നു, നമുക്ക് പയ്യെ ഓട്ടിക്കാൻ മിനിമം സ്പീഡിൽ ഓട്ടിക്കാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഡ്രൈവിംഗ് ഫീൽ തന്നെയാണ് ഈ വണ്ടി നൽകുന്നത്. പിന്നെ ആർക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സിറ്റി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും അതുപോലെ നമുക്ക് ചെറിയ തോതിൽ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന, അതായത് ലോങ് റൈഡ് പോകാൻ പറ്റിയൊരു വണ്ടിയല്ല യമഹ V3, യമഹ R15 V3 എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഷോൾഡർ പെയിൻ, അതായത് ഷോൾഡറും നമ്മളെ കൈയും വേദന എടുക്കുക, കൈയുടെ ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു പെയിൻ 200 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ നേരത്ത് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ്, ഇതിൻ്റെ ഓരോ ഗിയറിലും നമുക്ക് ഓരോ സ്പീഡ് നമുക്കിതിൽ എടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് ഓരോ ഗിയറിലും നല്ലൊരു ടോപ്പ് എൻഡ് ലഭിക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സിറ്റി യൂസിങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പോലും 40-45 മൈലേജ് എങ്ങനെയായാലും സിറ്റി യൂസിങ്ങിനായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നമ്മളെ ഈ സാധാരണ റോട്ടിൽ ഓടിക്കാൻ നേരത്തെ എങ്ങനെയായാലും ഒരു 40-ന് മേലിൽ ഈ വണ്ടിയിൽ നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും അതുപോലെ സൂപ്പർ പവറും നൽകുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ യമഹ V3 എന്ന് പറയുന്നത്. യമഹ V3യുടെ ഈ സൈഡ് ടാങ്കിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് എയർ വിൻസ് ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു സൂപ്പർ ഒരു ഭംഗി നൽകുന്നുണ്ട്. അതുപോലെ 2 ലോഗോ ടാങ്കിൻ്റെ 2 സൈഡിലായിട്ട് യമഹയുടെ ഒരു 2 വലിയ ലോഗോ നൽകിയിരിക്കുന്നത് കാണാം. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് ഈ വണ്ടി. ഇതിൻ്റെ മിററിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മിറർ അത്യാവശ്യം നമുക്ക് ബാക്കിലെ ഇത് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഗ്ലാസ് തന്നെയാണ് യമഹ V3 നല്ലൊരു ഗ്ലാസ് തന്നെയാണ് V3യിൽ യമഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ലോങ് ഡ്രൈവിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു പോരായ്മ എന്ന് ഞാൻ പറഞ്ഞ കണക്ക് റൈഡിങ്ങിൻ്റെ ആ ഒരു പൊസിഷൻ തന്നെയാണ് ഇതിൻ്റെ ലോങ് ഡ്രൈവിന് പറ്റത്തില്ല എന്ന് പറയാൻ കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി തന്നെയാണ്. അതായത് നമുക്ക് നല്ലൊരു റോഡ് വിസിബിലിറ്റി കിട്ടുന്നില്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് നമ്മൾ റോഡ് വിസിബിലിറ്റി ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് നമുക്ക് വളരെ കുറവാണ്. അതായത് നമുക്കൊരു ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ നേരത്ത് നമുക്ക് നല്ലൊരു ഇരുട്ടൊക്കെ വരാൻ നേരത്ത് നമുക്ക് റോഡ് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു ലോങ് ഡ്രൈവിങ്ങിന് നമുക്കൊരു വേറൊരു പോരായ്മയായിട്ട് കാണാം. അതുപോലെ പിന്നെ ഇതിന് അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കണക്ക് ഇത് ഓട്ടിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് നല്ലൊരു ഫീലാണ്. അതായത് ഒരു 150cc വണ്ടിയാണ് ഓട്ടിക്കുന്നത് എന്നുള്ളൊരു ഫീലേ ഈ വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്.